السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 65-ാമത്തെ അധ്യായം സൂറത്തു ത്വലാഖിലെ വചനങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രസ്തുത അധ്യായത്തിലെ 4-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ആറാമത്തെയും 7-ാമത്തെയും ആയത്തുകൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിലെ ഏറെ പ്രധാനപ്പെട്ട കർമ്മശാസ്ത്ര സംബന്ധമായ ഒരു വിഷയത്തിൻ്റെ വിധി വിലക്കുകളും അതുമായി ബന്ധപ്പെട്ട ദൈവിക നിയമങ്ങൾ വിശദീകരിക്കുന്ന വചനങ്ങളുമാണ് ഈ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. തീർച്ചയായും വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ ആ വായിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങളും സമൂഹത്തിൽ ഇന്ന് തദ്വിഷേകമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എത്രമാത്രം വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി 6-ാമത്തെയും അതുപോലെ തന്നെ 7-ാമത്തെയും ആയത്തുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹു വീണ്ടും പരാമർശിക്കുന്നത്. അതിലെ 6-ാമത്തെ ആയത്ത് നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അസ്കിനൂഹുന്ന മിൻ ഹൈതു സകൻതും മിൻ വുജ്ദികും വലാ تضاروهن لتضيقوا عليهن وإن كن أولات حمل فأنفقوا عليهن حتى يضعن حملهن فإن أرضعن لكم فآتوهن أجورهن وَأْتَمِرُوا بَيْنَكُمْ بِمَعْرُوفٍ وَإِن تَعَاسَرْتُمْ فَسَتُرْضِعُ لَهُ أُخْرَى. ഇതാണ് 6-ാമത്തെ ആയത്ത്. കഴിഞ്ഞ വചനങ്ങളിൽ ത്വലാഖുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ പറയുകയുണ്ടായി. ഇനി ത്വലാഖ് 1-ാമത്തേതാവട്ടെ 2-ാമത്തേതാവട്ടെ അതല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത 3-ാമത്തെ ത്വലാഖിന് ശേഷമുള്ള കാര്യങ്ങളുമായി അങ്ങനെ എല്ലാ നിലക്കും ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും.
അസ്കിനുഹുന്ന, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ താമസിപ്പിക്കുക. മിൻ ഹൈസു സകന്തു, നിങ്ങൾക്ക് സാധ്യമാകുന്ന, അല്ലെങ്കിൽ മിൻ വുജിദിക്കും, നിങ്ങൾക്ക് സാധിക്കുന്ന കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ താമസിക്കുന്നിടത്ത് അവരെ നിങ്ങൾ താമസിപ്പിക്കുക. വല തുലാറുഹുന്ന, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ലിതുളയ്യിഖു അലൈഹിന്ന, അവർക്ക് കുടുസത ഉണ്ടാക്കുന്ന രീതിയിൽ, അവർക്ക് ഞെരുക്കമുണ്ടാക്കുന്ന രീതിയിൽ അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നുകൂടെ ചേർത്തു പറയുന്നു. അപ്പൊ വിവാഹമോചനം നമുക്കറിയാം, അവർക്കിടയിൽ യോജിച്ചു പോകാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ പലതവണ ആവർത്തിക്കുകയുണ്ടായി. അവർക്കിടയിലെ സ്വരച്ചേർച്ചയില്ലായ്മ നിമിത്തം ജീവിതം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വരുന്ന സാഹചര്യത്തിൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യം മാത്രമാണ് തലാഖ് എന്നുള്ളത്. ഇനി അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ തലാഖ് ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതെങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ചില ആയത്തുകളിലും ഈ വചനങ്ങളിലുമൊക്കെ പറയുന്നത്. ഇതിങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നതും ഈ വിഷയം നമ്മൾ ഫോക്കസ് ചെയ്ത് പറയാനുള്ള കാരണം, ഖുർആൻ പറയുന്ന ഇത്തരത്തിലുള്ള വിവാഹമോചന നിയമങ്ങൾ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ആരാണ് പ്രാവർത്തികമാക്കുന്നത് എന്ന്, ഖുർആൻ പറയുന്ന ഈ കാര്യങ്ങളും സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഖുർആനിക നിയമങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹം എന്തുമാത്രം അകന്നുപോയിരിക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വിവാഹമോചനം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയോട് ആ ഭർത്താവ് കാണിക്കേണ്ട ബാധ്യതകളെക്കുറിച്ച്, അല്ലെങ്കിൽ അയാളുടെ മേലുള്ള കടമകളെക്കുറിച്ച് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുമ്പോൾ, അസ്കിനുഹുന്ന മിൻ ഹൈസു സകന്തും, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അങ്ങനെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾ അവരെയും ആ ഇദ്ദ കാലയളവിൽ നിങ്ങൾ അവരെ താമസിപ്പിക്കണം. മീം വുജിദിക്കും, നിങ്ങൾക്ക് കഴിയാവുന്ന നല്ല താമസ സ്ഥലത്ത് നിങ്ങൾ അവരെ താമസിപ്പിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സാധിക്കുന്ന, കഴിയുന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എങ്ങനെയുള്ള ഒരു വീട്ടിലാണ്, നിങ്ങൾ എങ്ങനെ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ അതേപോലെ ഒരു സ്ഥലത്ത് നിങ്ങൾ അവരെ താമസിപ്പിക്കണം എന്ന് പറയുന്നതോടൊപ്പം വലാ തുലാറുഹുന്ന, നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. ലി തുളയ്യിഖു അലൈഹിന്ന, അവർക്ക് ഞെരുക്കമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ നിങ്ങൾ അവരുടെ ഈ താമസ സ്ഥലമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അവർക്ക് വിഷമകരമാകുന്ന, അവർക്ക് ഞെരുക്കമുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരോടുള്ള ആ വിവാഹമോചനത്തിലേക്ക് കലാശിച്ച കാരണങ്ങൾ അതെന്തുമാകട്ടെ, ആ കാരണങ്ങൾ നിമിത്തം നിങ്ങൾക്ക് അവരോടുള്ള വെറുപ്പോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അവരെ നിങ്ങൾ യുദ്ധകാലത്ത് താമസിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ സുഖകരമായ ഒരു സൗകര്യമുള്ള ഒരു സ്ഥലത്ത് താമസിക്കുകയും അവർക്ക് താമസയോഗ്യമല്ലാത്ത ഒരിടം നൽകുകയും അതല്ലെങ്കിൽ അവർക്ക് ഞെരുക്കമുണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് അവരെ താമസിപ്പിക്കുകയും ചെയ്യുന്നത് ഒരർത്ഥത്തിൽ അവരെ ഉപദ്രവിക്കലാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന കർശനമായ ഒരു നിർദ്ദേശം അള്ളാഹു ഇവിടെ വെക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ആ സമയങ്ങളിൽ പോലും അവരുടെ പ്രവർത്തനങ്ങളിൽ നീതി ഉണ്ടായിരിക്കണം, നന്മ ഉണ്ടായിരിക്കണം, അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം ഖതാദ റഹിമഹുല്ല പറഞ്ഞതുപോലെ അതിന്റെ ഒരു വശത്ത് അയാൾ എവിടെയാണോ താമസിക്കുന്നത് ആ വീടിന്റെ ഒരു വശത്ത് തന്നെ അവിടെ താമസിപ്പിക്കണം. വീടിന്റെ നിലവാരവും അതുപോലെ തന്നെ അതിന്റെ അവസ്ഥയും കണക്കാക്കുന്നത്
അവനവന്റെ സൗകര്യം, അവന്റെ സാമ്പത്തികമായ ശേഷി എങ്ങനെയാണോ ആ സ്ഥിതിയിലായിരിക്കണം എന്ന് ഈ വചനം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഏതെങ്കിലും വിധേന അവളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വൈര്യം നശിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന രൂപത്തിൽ അവരോട് പെരുമാറുകയോ അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥലത്ത് അവരെ താമസിപ്പിക്കുകയോ ചെയ്യാവുന്നതല്ല എന്ന് ഖുർആൻ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു. അപ്പോ അത് തിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ത്വലാഖാണെങ്കിലും രണ്ടാമത്തെ ത്വലാഖാണെങ്കിലും എല്ലാം അങ്ങനെയുള്ള സൗകര്യപ്രദമായ താൻ എങ്ങനെയാണോ താമസിക്കുന്നത് ആ വീടിന്റെ ഒരു വശത്ത് അവളെ താമസിപ്പിക്കണം എന്നതാണ്. ഇപ്പോ ഒരു ഭർത്താവ് യഥാർത്ഥത്തിൽ തന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്നത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പ്രാവശ്യമാണെങ്കിൽ, അഥവാ തിരിച്ചെടുക്കാവുന്ന രീതിയിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വിവാഹമോചനം ആണ് എങ്കിൽ അതിനെയാണ് യഥാർത്ഥത്തിൽ ത്വലാഖ് അർറജ്ഈ, മടക്കിയെടുക്കാവുന്ന തലാഖ് എന്ന് പറയുന്നത്. എന്നാൽ മടക്കിയെടുക്കാൻ പാടില്ലാത്ത, അഥവാ മൂന്നാമത്തെ രണ്ടാമത്തെ തലാഖ് കഴിഞ്ഞു പിന്നെയും തലാഖ് ചൊല്ലിയാൽ അവരെ മടക്കിയെടുക്കാൻ പിന്നെ വേറെ ചില നിബന്ധനകൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെയാണ് ത്വലാഖൽ ബാഇൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ത്വലാഖ് അർറജ്ഈ എന്നും മടക്കിയെടുക്കാവുന്ന ത്വലാഖ്. അതേപോലെ തന്നെ ത്വലാഖ് രണ്ട് വിധമാണ്. രണ്ടാമത്തേത് ത്വലാഖ് അൽ ബാഇൻ എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് വേളകളിലാണെങ്കിലും അവർ യഥാർത്ഥത്തിൽ ആ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളെ താമസിപ്പിക്കേണ്ടതിന്റെ രീതി അതെങ്ങനെ ആയിരിക്കണം എന്ന് വളരെ വ്യക്തമായി ഖുർആൻ ഇവിടെ പ്രതിപാദിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ആയത്തുകളിൽ അങ്ങനെ വിവാഹം മോചനം ചെയ്യപ്പെടുമ്പോൾ സ്ത്രീകൾ അവിടെ വിട്ടുപോകാനോ അല്ലെങ്കിൽ അവരെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുവാനോ പാടില്ല എന്നുകൂടെ പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ പറയുന്നത് ഇയാൾ താമസിക്കുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ ഒരു ഭാഗത്ത് അവളെയും താമസിപ്പിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരിക്കലും അവർക്കിടയിൽ ആ ത്വലാഖ് സംഭവിക്കരുത്. അതുകൊണ്ട് തന്നെ അവരൊന്നിച്ച് താമസിക്കുമ്പോൾ അവർക്കിടയിൽ വീണ്ടും പുനരാലോചനകൾ ഉണ്ടാവുകയും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അത് നിമിത്തമാവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇസ്ലാം ഈ രീതിയിൽ മാനവികമായ വളരെ കൃത്യമായ ചില നിലപാടുകൾ വ്യക്തമായി പറയുന്നത്. പക്ഷെ ആ രീതിയിലല്ല യഥാർത്ഥത്തിൽ ഇന്ന് ത്വലാഖുകൾ സംഭവിക്കുന്നത് എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇനി താമസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതേ ആയത്തിൽ തന്നെ അതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമായി അള്ളാഹു പറയുന്ന കാര്യം وَإِن كُنَّ أُولَاتِ حَمْلٍ فَأَنفِقُوا عَلَيْهِنَّ حَتَّى يَضَعْنَ حَمْلَهُنَّ. ഈ ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? وَإِن كُنَّ أُولَاتُ حَمْلٍ, അവർ ഗർഭിണികളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വിവാഹമോചനം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവർ ഗർഭിണികളാണെങ്കിൽ ഫഅൻഫിഖൂ അലൈഹിന്ന, അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. ഹത്താ യലഅന ഹംലഹുന്ന, അവരുടെ ഗർഭം അവർ പ്രസവിക്കുന്നത് വരെ. ഇതും രണ്ടാമത്തെ ഏറ്റവും കർശനമായ ഒരു നിർദ്ദേശമാണ്. അപ്പൊ അവൾ ഗർഭവതിയാണ് എന്ന് കണ്ടാൽ പ്രസവം കഴിയുന്നത് വരെയുള്ള അവളുടെ ചെലവ് ഇയാൾ നടത്തേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, അതിനുശേഷം ഹത്താ യലഅന ഹംലഹുന്ന എന്ന് പറയുന്നല്ലോ, ആ പ്രസവം നടക്കുന്നത് വരെ മാത്രമല്ല, ഫഇൻ അർളഅന ലക്കും, ഇനി അവർ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി അവർ മുലയൂട്ടുകയാണെങ്കിൽ ഫആതുഹുന്ന ഉജൂറഹുന്ന, അവർക്കതിനുള്ള പ്രതിഫലവും നിങ്ങൾ നൽകണം. അപ്പോ ആ ഗർഭവുമായി ബന്ധപ്പെട്ട അതിന്റെ ചെലവുകളും അതിന്റെ മറ്റു കാര്യങ്ങളും, അതിനുശേഷം കുഞ്ഞിന് മുല കൊടുക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലവും ഒക്കെ നൽകേണ്ടതുണ്ട് എന്ന് തീർച്ചയായും ഒരു സ്ത്രീപക്ഷ നിലപാട് പോലെ തന്നെ എടുത്തു പറയുകയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. നോക്കൂ നിങ്ങൾ, ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകൾക്ക് വേണ്ട സ്ഥാനം നൽകുന്നില്ല എന്ന് പലപ്പോഴും ഓരിയിടുന്ന
വിമർശകർക്ക് ഒരു മറുപടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. ഇവിടെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആ സ്ത്രീയെ ഇസ്ലാം സംരക്ഷിക്കുന്നതിന്റെ നിയമങ്ങൾ എങ്ങനെയാണ് മനുഷ്യകുലത്തോട് പറയുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പലപ്പോഴും ഇതൊക്കെ വിമർശകർക്കോ അതല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവർക്കോ മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഈ പറയപ്പെട്ട ഖുർആനികമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇന്ന് വിവാഹമോചനങ്ങളും അതുപോലെ തന്നെ യുദ്ധകാലയളവിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും. അതുകൊണ്ട് മറ്റു മതക്കാർ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ നമ്മളെ കൊണ്ട് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്ന ഈ രീതിയിലാണ് വിവാഹമോചനങ്ങൾ നടക്കുന്നതെങ്കിൽ നടന്നിട്ടുള്ള 100% ഒരിക്കലും നടക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രയും പരസ്പര നീതിയും പരസ്പര സമത്വവും പരസ്പരം പരിഗണനയും നൽകിക്കൊണ്ടാണ് ഈ നിയമങ്ങളൊക്കെ ഖുർആൻ പറയുന്നത്. ഇനി മടക്കിയെടുക്കാവുന്ന ത്വലാഖ് മൂലം വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് അവർ ഇദ്ദയിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട ചെലവും അതുപോലെ തന്നെ താമസ സ്ഥലവും ഭക്ഷണവും ഭർത്താവ് നൽകേണ്ടതാണ് എന്ന് കൃത്യമായി ഖുർആൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഗർഭിണികളാണെങ്കിൽ അവരുടെ യുദ്ധ കാലാവധി ഉള്ള ആ സമയത്ത് മാത്രം ചെലവിന് നൽകിയാൽ പോരാ, അവർ പ്രസവിക്കുന്നതുവരെ അവർക്കുള്ള ചെലവ് നൽകേണ്ടതുണ്ട് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം 3 ആർത്തവ ശുദ്ധിയുടെ കാലമാണ്, അല്ലെങ്കിൽ 3 മാസക്കാലമാണ് യഥാർത്ഥത്തിൽ യുദ്ധ കാലാവധി എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ചിലപ്പോൾ അവൾ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭം ഒരുപക്ഷെ 4 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞോ ആണ് അവൾ പ്രസവിക്കുന്നതെങ്കിൽ ആ പ്രസവിക്കുന്നതുവരേക്കും അവൾക്കുള്ള ചെലവിന് ഇയാൾ നൽകണം എന്നുകൂടെ ഖുർആൻ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അതാണ് അവർക്ക് നിങ്ങൾ നൽകുക, അവരുടെ ആ ചെലവ് നിങ്ങൾ നൽകുക. വഇൻ കുന്ന ഉലാത്തു ഹംലിൻ, അവർ ഗർഭിണികളാണെങ്കിൽ ഫഅൻഫിഖു അലൈഹിന്ന, ആ ഗർഭവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ചെലവുകളും നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ വളരെ കൃത്യമായി ഇസ്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു തന്നെയാണ് പറയുന്നത്. ഇനി സ്ത്രീ ഗർഭിണിയാണെങ്കിൽ മടക്കിയെടുക്കാവുന്ന ത്വലാഖിന്റെ ആയാലും അല്ലെങ്കിലും, ഇപ്പം ഒരുപക്ഷെ മടക്കിയെടുക്കാവുന്ന ത്വലാഖ് 2 പ്രാവശ്യമാണ് എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയുള്ള ത്വലാഖിലും അതല്ല മടക്കിയെടുക്കാൻ പറ്റാത്ത ത്വലാഖാണെങ്കിലും അവൾ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭം പ്രസവിക്കുന്നത് വരെ ചെലവിന് കൊടുക്കണം. അപ്പൊ ഇത് മടക്കിയെടുക്കാവുന്ന ത്വലാഖിന്റെ വേളയിൽ മാത്രമല്ല, ഇനി ആ മടക്കിയെടുക്കാവുന്ന ത്വലാഖിന്റെ അവസരം കഴിഞ്ഞു, പിന്നെയും ത്വലാഖ് നടന്നു, അങ്ങനെയാണെങ്കിൽ ആ ത്വലാഖ് പിന്നെ മടക്കിയെടുക്കാൻ പറ്റില്ല, വേറെ ചില നിബന്ധനകൾക്ക് ശേഷമല്ലാതെ. അപ്പൊ അങ്ങനെയാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ ഗർഭിണിയാണെങ്കിൽ അപ്പോഴും ആ ഗർഭം പ്രസവിക്കുന്നത് വരെ അവളുടെ ചെലവുകൾ ഇയാൾ വഹിക്കേണ്ടതുണ്ട് എന്നുകൂടെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പ്രസ്താവിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ അവസാന ഭാഗത്ത്, ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മനുഷ്യരാണല്ലോ, പല വിധത്തിലുള്ള അസൗകര്യങ്ങളും കഴിവില്ലായ്മയോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെ ഒരു പക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയുന്ന എന്താ പറയുക, ഈ ആയത്തിന്റെ അവസാനം വഅ്തമിറൂ ബൈനക്കും ബിമഅറൂഫ് വഇൻ തആസർതും ഫസതുർളിഉ ലഹു ഉഖ്റാ. വളരെ കൃത്യമാട്ടോ, വഅ്തമിറൂ ബൈനക്കും ബിമഅറൂഫ്. ഇനി ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾക്കിടയിൽ മര്യാദയോടുകൂടി അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ നിങ്ങൾ പരസ്പരം കൂടി തീരുമാനിക്കുക. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ പിരിയുമ്പോഴും നല്ല നിലയിൽ കൂടി തീരുമാനിച്ച് ആലോചിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഇനി വഇൻ തആസർതും, നിങ്ങൾക്ക് ഇനി ഭർത്താക്കന്മാർക്ക് പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ ഫസതുർളിഉ ലഹു ഉഖ്റ, ആ
അതല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ കുഞ്ഞിന് എന്തു ചെയ്യാം, മറ്റൊരാൾക്ക് അവനെ ആ കുഞ്ഞിനെ മുലയൂട്ടുന്നതിന് പ്രയാസമൊന്നുമില്ല, അനുവദനീയമാണ് എന്നർത്ഥം. ഇനി ഇവർക്ക് നൽകുന്ന പ്രതിഫലം, അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പ്രയാസകരമാവുക എന്ന് പറഞ്ഞാൽ ഇവൾക്ക് പ്രതിഫലം നൽകാൻ നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, അപ്പൊ അങ്ങനെ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഇരു കൂട്ടരും തമ്മിൽ എന്ത് ചെയ്യണം, ചെലവ് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെ ഇരു കൂട്ടരും തമ്മിൽ കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനിവിടെ വളരെ പ്രസക്തമായ രീതിയിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അന്യോന്യം കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കേണ്ടതാകുന്നു. കുട്ടിക്കോ അതല്ല അവൾക്കോ അവനോ പ്രത്യേക വിഷമമൊന്നും ഉണ്ടാകാത്ത രൂപത്തിലായിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. കുഞ്ഞിന് പ്രയാസം ഉണ്ടാകാൻ പാടില്ല, കുഞ്ഞിന്റെ മാതാവിന് പ്രയാസം ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ കുഞ്ഞിന്റെ പിതാവിനും പ്രയാസം അഥവാ അവളുടെ ഭർത്താവിനും ആർക്കും പ്രയാസം ഉണ്ടാകാത്ത രൂപത്തിലാണ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. അവൾ മുല കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്, അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള രീതിയും എന്ന് ഖുർആൻ ഇവിടെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി അവൾക്കതിന് ഏതെങ്കിലും വിധത്തിൽ വിഷമകരമാകുന്ന പക്ഷം വേറെ സ്ത്രീകളെ അഥവാ തന്റെ കുഞ്ഞിന് മറ്റു സ്ത്രീകളെ കൊണ്ട് മുല കൊടുക്കാൻ ഏൽപ്പിക്കുന്നതിനും വിരോധമില്ല എന്നുകൂടെ അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെയും മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളാണ്. ഇനി അടുത്ത വചനത്തിൽ അള്ളാഹു പറയുന്ന എന്താ അറിയോ, ലിയുൻഫിഖ ദൂ സഅതിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها سيجعل الله بعد عسر يسرا. ഇതാണ് രണ്ടാമത്തെ ആയത്ത് പറയുന്നത്. ലിയുൻഫിക ദൂ സഅതിൻ മിൻ സഅതിഹി, കഴിവുള്ളവൻ അവന്റെ കഴിവിൽ നിന്ന് ചെലവഴിക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, ഏതൊരുവൻ അവന്റെ ഉപജീവനം കുടുസായതാണോ എന്ന് പറഞ്ഞാൽ ചിലർക്ക് സാമ്പത്തിക ശേഷി കുറവാണ് എങ്കിൽ ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അള്ളാഹു അവന് നൽകിയതിൽ നിന്ന് അവൻ ചെലവഴിക്കട്ടെ. അപ്പം ആർക്കും പ്രയാസമുണ്ടാകാത്ത രൂപത്തിൽ സാമ്പത്തിക ശേഷി ഉള്ളവനാണെങ്കിൽ അവൻ അതിനനുസരിച്ച് അവർക്ക് നൽകിക്കൊള്ളട്ടെ, ചെലവഴിച്ചു കൊള്ളട്ടെ. എല്ലാവർക്കും ഒരുപോലെ കഴിവുണ്ടായിരിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആർക്കെങ്കിലും സാമ്പത്തികമായ അതീവ ഞെരുക്കമുള്ളവരാണെങ്കിൽ അവൻ അതിനനുസരിച്ച് ചെലവഴിക്കട്ടെ എന്നുകൂടെ അള്ളാഹു പറയുമ്പോൾ ഈ വിഷയത്തിന്റെ പൊതുവായി അള്ളാഹു അതിനെ നമുക്ക് അവതരിപ്പിക്കുമ്പം അവിടെ സ്വീകരിക്കുന്ന ന്യായവും അതോടൊപ്പം തന്നെ മാനുഷികവുമായ പരിഗണനകൾക്ക് എന്തുമാത്രം പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എല്ലാ ആളുകൾക്കും ഒരുപോലെ സാമ്പത്തിക ശേഷി ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരാൾ കൊടുക്കുന്നത് പോലെ ഇയാൾ ഇത്ര കൊടുത്തല്ലോ, അയാളുടെ വിവാഹമോചനം ചെയ്ത ഭാര്യയ്ക്ക് ആ ചെലവിന് അല്ലെങ്കിൽ അവന്റെ കുട്ടിക്ക് ചെലവിന് അല്ലെങ്കിൽ മുലയൂട്ടിയതിന് ഇത്ര പ്രതിഫലം നൽകിയല്ലോ, എനിക്കത്ര വേണം എന്ന് ഷാഠ്യം പിടിക്കുന്നതിന് പകരം ഇരുകൂട്ടരും അവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് കൂടിയാലോചിച്ച് യോജിച്ച തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത് ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷി വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉപദേശവും നൽകിയിരിക്കുന്നു. അവസാനം പറയുന്ന എന്താ അറിയോ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ, ഒരു നഫ്സിനോടും ഒരു മനുഷ്യനോടും അവൻ അള്ളാഹു നൽകിയതിൽ നിന്ന് അപ്പുറം ചെയ്യാൻ അള്ളാഹു നിർബന്ധിക്കുന്നില്ല. അപ്പൊ ലാ യുകല്ലിഫുല്ലാഹു, അള്ളാഹു നിർബന്ധിക്കുന്നേ ഇല്ല നഫ്സൻ ഒരാളോടും ഇല്ലാ മാ ആതാഹ, അയാൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കാനല്ലാതെ. സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റ, പിന്നെ അള്ളാഹുവിന്റെ ഒരു ആശ്വാസവാക്കാണ്. ഇത് ആണിനും പെണ്ണിനും ആശ്വാസം നൽകുന്നതാണ്, അവരുടെ ജീവിതത്തിന് സ്വസ്ഥത പകരുന്നതാണ്. ആരും പ്രയാസപ്പെടേണ്ടതില്ല. കാരണം എന്താ അറിയോ, അള്ളാഹുവിന്റെ അടുക്കലാണ് ഖജനാവ്.
ഖുർആൻ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്, വമാ ഇൻദക്കും യംഫുദ്, നിങ്ങളുടെ അടുത്തുള്ളത് തീർന്നു പോകും. അതിനൊരു പരിധിയും പരിമിതിയൊക്കെ ഉണ്ട്. പക്ഷെ വമാ ഇൻദല്ലാഹി ബാഖിൻ, അള്ളാഹിന്റെ അടുത്തുള്ളത് എന്ന് അവശേഷിക്കും. അവന്റെ അടുത്തുള്ളത് തീർന്നു പോകൂല. അപ്പൊ അള്ളാഹു ഇവിടെ ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? പറയുന്ന കാര്യം സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റ, ഈ പ്രയാസത്തിനൊക്കെ ശേഷം അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അപ്പൊ ദാരിദ്ര്യം കൊണ്ടും മറ്റും ഞെരുങ്ങിക്കഴിയുന്ന ആളുകൾ അവരൊരിക്കലും നിരാശപ്പെടേണ്ടതില്ല. കാരണം എന്താ? അല്പം കഴിയുമ്പോൾ അവരുടെ നില, സാമ്പത്തിക ശേഷി എല്ലാം അള്ളാഹു നന്നാക്കുകയും അവർക്ക് ആശ്വാസകരമായ ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്യും എന്ന ഒരു കാര്യം ഇവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇത്രയും മാന്യവും മനോഹരവുമായ രീതിയിൽ വിവാഹമോചനത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ മാനവികമായി ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് നൽകേണ്ട ചെലവും അവരുടെ താമസ സ്ഥലവും നൽകുന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായി ഈ പറഞ്ഞ രീതിയിൽ മുസ്ലിം സമുദായം ഇന്ന് നൽകുന്നുണ്ടോ? ആ രീതിയിലാണോ വിവാഹമോചനങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്നത് എന്ന് പുനഃപരിശോധിക്കേണ്ട ഒരു സമയമാണ്. കാരണം എന്താ അറിയോ? യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കാത്തത് കൊണ്ടാണ് അധികവും ഈ ത്വലാഖിൽ തന്നെ അവസാനിക്കുന്നത്. ഖുർആൻ പറയുന്ന ഈ യുദ്ധ കാലാവധിയും അവന് ചെലവിന് നൽകേണ്ടതും മാന്യമായ രൂപവും പരസ്പരം ഒരുമിച്ചും കൂടിയാലോചിച്ചും ഒക്കെയാണ് ഈ വിഷയങ്ങളെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നടന്ന പല ത്വലാഖുകളും നടക്കുകയില്ലായിരുന്നു. അവർ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു. കാരണം അങ്ങനെയുള്ള രീതിയാണ് അള്ളാഹു തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും നമ്മൾ കൃത്യമായി ഓരോരുത്തരും തലാഖിന്റെ വിഷയം മാത്രമല്ല, വിശുദ്ധ ഖുർആനിലേക്ക് നമ്മുടെ ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്താനും അതിലെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാവുന്ന അള്ളാഹുവിന്റെ ഒരു തത്വസംഹിതയാണ് ഇസ്ലാം എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. പക്ഷേ മുസ്ലിങ്ങൾ അത് ചെയ്യേണ്ടവർ അതനുസരിച്ച് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശന വിധേയമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിലെ ബാക്കി ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.